ഈ മോദി എന്ന് പറയുന്ന ബിംബത്തിൻ്റെ അപ്രമാദിത്വം ഇല്ലാതായി. അങ്ങനെ ഒരു അപ്രമാദിത്വമുള്ള ഒരു നേതാവല്ല ഇദ്ദേഹം എന്നുള്ള കാര്യം അത് വളരെ കൃത്യമായിട്ടും സ്ഥാപിക്കപ്പെട്ടുള്ള സാധനമാണ്. ഇപ്പോഴത്തെ ഈ അസേഷൻ അത് നിലനിൽക്കാൻ പോവുകയാണോ അല്ല അത് അതിന് എതിരായിട്ടുള്ള വിമർശനങ്ങളും പ്രതിരോധവും ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കൊരു 3 മുതൽ 6 മാസം വരെ ഉള്ളിൽ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പദവി രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ പൊരുതി നേടിയെടുത്തതാണ്. അങ്ങനെ ഇറ്റ് ഇസ് നോട്ട് ആരെങ്കിലും പണ്ട് അദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തതുപോലെ ആരെങ്കിലും കൊടുത്തതല്ല. ഇത് മൂപ്പര് ശരിക്കും സ്ട്രഗിൾ ചെയ്ത് 54 സീറ്റ് മാത്രമുണ്ടായിരുന്നൊരു പാർട്ടിയെ അവിടുന്ന് അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റിലേക്ക് എത്തിച്ച് അതിനുവേണ്ടി നേരിട്ട് അധ്വാനിച്ച് പുറപ്പെട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി ജനങ്ങളുമായിട്ട് ഇടപഴകി ആൾക്കാരെല്ലാവരും പപ്പു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഹീസ് ലിറ്ററലായിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃത്വം. ഭരണഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ജനങ്ങൾ അത് കൃത്യമായിട്ട് അത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ നമ്മൾ വിവരമില്ലാത്തുള്ള നിരക്ഷരകുക്ഷികളെന്നൊക്കെ വിളിക്കുന്ന ജനങ്ങൾ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും മൂർത്തവും ക്രിയാത്മകവുമായിട്ടുള്ള അനുരണനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ജുഡീഷ്യറിയിൽ നിന്നാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക്. നമുക്കിപ്പോൾ ഉള്ളത് എയ്ഡത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയർ ജേർണലിസ്റ്റുള്ള ഒരാളായ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. നമ്മൾ സംസാരിക്കുന്നത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു, പുതിയ പാർലമെൻറ്റ് നിലവിൽ വന്നിരിക്കുന്നു. പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ 3 ദിവസവും തുടർച്ചയായി 1975 അടിയന്തരാവസ്ഥയെ BJPയും നരേന്ദ്രമോദിയും സ്പീക്കറും ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയുടെ പാർലമെൻറ്റിൻ്റെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗത്തിൽ രാഷ്ട്രപതിയും ഓർമ്മിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്പീക്കർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ 5 വർഷം ലോക്സഭയിൽ സ്പീക്കറായിരുന്ന ഓം ബിർളയെ വീണ്ടും നിയോഗിക്കുന്നു BJP. കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ലോക്സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭയുടെ അവസാന ദിവസങ്ങളിൽ പ്രതിപക്ഷത്തെ 140-ലേറെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ സസ്പെൻഷൻ കാലയളവിൽ സ്പീക്കറായിരുന്ന ഓം ബിർളയെ തന്നെയാണ് വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് BJP നിയോഗിക്കുന്നത്. പുതിയ പാർലമെൻറ്റ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത JDUവിൻ്റെയും ആന്ധ്രയിൽ നിന്നുള്ള TDPയുടെയും ഒക്കെ പിന്തുണയോടെ BJP ഭരിക്കേണ്ടി വരുന്ന ഒരു പുതിയ പാർലമെൻറ്റ്, പുതിയ മന്ത്രിസഭ അതെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ഏത് വിധത്തിലാണ് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യം അവരുടെ സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നത്? അതിൻ്റെ കാഴ്ചയാണോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഗതം ഇൻട്രാക്ഷൻസിലേക്ക്. നമ്മളിപ്പോൾ ഈ പുതിയ പാർലമെൻറ്റിൻ്റെ തുടക്ക ദിവസങ്ങൾ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഈ പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന ഒരു വൈകല്യം അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണോ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ പ്രതിഫലനങ്ങളാണോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? സംശയമൊന്നുമില്ല. അതിപ്പം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡിസൈനോട് കൂടിയുള്ള ഒരു ശ്രമമാണിത്. അതായത് ഈ വളരെ ശ്രദ്ധേയമായിട്ട് ഈ NDA MP-മാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സർക്കാർ ഉണ്ടാകുന്ന തൊട്ട് മുമ്പേ അപ്പോൾ അന്ന് മോദി പറഞ്ഞിട്ടുള്ള വളരെ രസകരമായ സംഭവം ഉണ്ടായിരുന്നു. നേരത്തെ ആരുടെ സർക്കാരായിരുന്നു? NDAയുടെ സർക്കാരായിരുന്നു. 2014 മുതൽ 19 വരെ, 2019 മുതൽ 24 വരെ ആരുടെ സർക്കാരായിരുന്നു? NDAയുടെ സർക്കാരായിരുന്നു. ഇപ്പോഴും NDAയുടെ സർക്കാരാണ്. പക്ഷേ അത് ഈ മോദി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ 2024 തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വായ്ത്താരി അത് മോദി സർക്കാർ എന്നല്ലാതെ മൂപ്പര് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം NDA സർക്കാർ എന്ന് പറയുന്ന അങ്ങനെ ഒരു ന്യൂവാൻസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ടുവന്നെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ അവരുടെ എന്താണോ മോഡി 1.0 2.0 എന്താണോ ആ രീതി തുടരും, അല്ലെങ്കിൽ എന്ന് 3.0-ൽ മാറ്റമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വകുപ്പുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിലായാലും സ്പീക്കറുടെ കാര്യത്തിൽ തുടക്കത്തിലൊരു വലിയ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. TDPയും പിന്നെ JDUവും കൂടെ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ട് അതിനെ മറികടക്കാൻ വേണ്ടി BJPക്ക് അകത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു കാര്യം എന്തായിരുന്നു വെച്ചാൽ
NT രാമറാവുവിൻ്റെ മകളും BJPയുടെ ആന്ധ്ര നേതാവുമായിട്ടുള്ള പുരന്ദരേശ്വരിയെ അപ്പം നായിഡു എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് ഓം ബിർളയെ തന്നെ സ്പീക്കറാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധാരണ ഇതിൽ ഈ കോർപ്പറേറ്റ് ഭാഷയിലൊരു കാര്യം പറയാറുണ്ട്, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പുകളും. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ, തുടക്കത്തിൻ്റെ സ്റ്റേജിൽ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു വിഭാഗം അവരെ അസേർട്ട് ചെയ്ത് അവരുടേതാണ് ഈ സംഭവം എന്ന് ആക്കി തീർക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് പിന്നീട് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയുടെ ഒരു തുടർച്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ ഈ എമർജൻസിയുടെ കാര്യം രാജീവ് പറഞ്ഞല്ലോ, അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ ഒരു വിഘടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി സംബന്ധിച്ചാൽ ഇതിലുണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, സമാജ്വാദി പാർട്ടി ആയാലും RJD ആയാലും എല്ലാവരും ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയായിട്ടുള്ള വലിയ സമരങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ പാർട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാനാണ്. പക്ഷെ ഇതിലൊക്കെയുള്ളൊരു വലിയൊരു ശ്രദ്ധേയമായ സാധനം എന്ന് വെച്ചാൽ, ഈ രാഹുൽ ഗാന്ധി ഈ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് വളരെ മുമ്പ് തന്നെ അദ്ദേഹം അതൊരു തെറ്റാണെന്ന് പറയുകയും അത് വളരെ കൃത്യമായിട്ട് ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്തിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡിവൈസീവായിട്ടുള്ള ഈ സംഭവം എത്രമാത്രം ട്രാക്ഷൻ പിടിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായും അങ്ങനെ ഒരു സാധനത്തിൽ ഊന്നി കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, അതും സ്പീക്കർ പാർലമെൻറ്റിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നവരെ എത്തുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ മുന്നോട്ട് വെക്കുന്നത്, അത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ അബ്കി ബാർ 400 പാർ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പോലെ ബൂമറാങ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ അത് ബൂമറാങ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒന്നും മാത്രമല്ല, ഈ ഒരു ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യുവൻസിയെ അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രൗണ്ട് ലെവൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോൾ അലഹബാദിൽ നിന്ന് കേട്ടിട്ടുള്ളത് ഏതാണ്ട് 1300 മുസ്ലിം വീടുകൾ അവർ അവിടെ ഇവാക്യുവേറ്റ് ചെയ്തു ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ മധ്യപ്രദേശിൽ മുസ്ലിങ്ങൾ ആക്രമണത്തിന് ഇരയാവുകയാണ്, അവിടെ പല വീടുകളും ബുൾഡോസ് ചെയ്യപ്പെടുകയാണ്. പിന്നെ തെരുവുകളിൽ ആൾക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ നമ്മൾ ദാദ്രിയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ആൾക്കാരുടെ വീട്ടിൽ കയറി ഫ്രിഡ്ജ് പരിശോധിച്ചിട്ട് ലിഞ്ചിങ് നടത്തുന്ന സംഭവങ്ങൾ. അപ്പം ഇങ്ങനൊരു റാമ്പൻ്റ് ആയിട്ടുള്ളൊരു ഹിന്ദുത്വ ക്ലൈമറ്റ് വീണ്ടും റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുന്ന സമയത്ത് ഒരു തരത്തിൽ ഒരു പ്രസിപ്പിസിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബോധപൂർവമായ ശ്രമമുണ്ടോ എന്നുകൂടി എനിക്ക് സംശയമില്ല. അതിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും. പക്ഷേ തീർച്ചയായും ഇത് ഒരുതരം ഈ ഡെയറിങ് ഡു എന്ന് പറയും, ഈ ചാവേർപ്പട പോലെയുള്ള ഒരു ആവേശമാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ചും അമിത്ഷായുടെയും മോദിയുടെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ RSSൻ്റെ തലത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതുവരെയുള്ള സിറ്റുവേഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സഖ്യകക്ഷികൾ നമ്മൾ അസെപ്റ്റ് ചെയ്യും എന്ന് തുടക്കത്തിൽ വിചാരിച്ചിരുന്ന തെലുഗുദേശത്തെ പോലെയും പിന്നെ ജനതാദൾ യുണൈറ്റഡിനെ പോലെയുമുള്ള സഖ്യകക്ഷികൾ ആരും മിണ്ടുന്നില്ല. പക്ഷേ അതും എത്ര കാലത്തേക്ക് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറിന് കൂടി സമയം ആവശ്യമില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരായ നമുക്കറിയാം. അപ്പോൾ ഇതിന് ഒരു വളരെ കോമ്പോസിറ്റ് ആയിട്ടുള്ള, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയിലുള്ള അസർഷൻ, തുടക്കത്തിലുള്ള അസർഷൻ എന്ന് പറയുന്ന ഒരു വഴി പിന്തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ എമർജൻസിയുടെ കാര്യം പറയുമ്പോൾ അടിയന്തരാവസ്ഥ ജൂൺ 25-നാണ് പാർലമെൻറ്റിൻ്റെ സെഷൻ തുടങ്ങുന്നത്. ഇത് വളരെ പ്ലാൻഡായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് അന്ന് തന്നെ തുടങ്ങുക, അന്ന് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൽ പ്രമേയം കൊണ്ടുവരിക, രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഇത് ഉൾപ്പെടുത്തുക, ഇതൊരു വളരെ എന്താ പറയുക പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇത് സത്യത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു അജണ്ട തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ പ്രതിപക്ഷം ഒന്നിച്ചതിനെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയോടുകൂടെ കുറച്ചുകൂടെ ഭയം ഈ BJPയിലും നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിലും ഉണ്ടായതിൻ്റെ ബാക്കിയാണോ ഈ പ്രകടനം? സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഡെയറിങ് ഡു, ഒരുതരം ഈ എക്സ്ട്രീമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോവുക. ഈ പഴയ നമ്മുടെ ചാവേറാണ് നമുക്ക് മനസ്സിൽ ഒരു കേരളത്തിൻ്റെ കോൺടെക്സ്റ്റിൽ നിന്ന് വരുന്ന സംഭവം. പക്ഷേ ഈ ടർക്കിയിലൊക്കെയുള്ള ഈ വാരിയേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള എക്സ്ട്രീമായിട്ടുള്ള, അവർ മരിച്ചോളുന്നില്ല, പക്ഷേ എക്സ്ട്രീമായിട്ട്, അതായത് ആൾക്കാരൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടാക്ടിക്സും സ്ട്രാറ്റജിയും ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ ആക്രമിക്കുന്നൊരു സമ്പ്രദായമുണ്ട്.
അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പം ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഈ യുദ്ധമുറകളുമായിട്ട് താരതമ്യപ്പെടുത്തി കൊണ്ടുപോകാണല്ലോ നമ്മൾ രാഷ്ട്രീയത്തെ കാണാൻ വേണ്ടി. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് ആ രീതിയിലുള്ളൊരു സംഭവമാണ് കാണുന്നത്. തീർച്ചയായും ഇത് 2-3 കാര്യമുണ്ട് ഇതിലിപ്പം. ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ മോദി എന്ന് പറയുന്ന ബിംബത്തിൻ്റെ അപ്രമാദിത്വം ഇല്ലാതായി. അങ്ങനെ ഒരു അപ്രമാദിത്വമുള്ള ഒരു നേതാവല്ല ഇദ്ദേഹം എന്നുള്ള കാര്യം അത് വളരെ കൃത്യമായിട്ടും സ്ഥാപിക്കപ്പെട്ട സാധനമാണ്. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപക്ഷേ ഇത് വളരെ കൺസേർട്ടഡ് ആണ് ഈ മൊത്തത്തിൽ ഈ ഡേറ്റ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഭാഗത്തിൽ. പക്ഷേ ഇതെല്ലാം എന്ത് തരത്തിലുള്ള ലാർജർ പൊളിറ്റിക്കൽ നരേറ്റീവാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്, ജനങ്ങളുടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആത്യന്തികമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള വളരെ ആസൂത്രിതമായി ആലോചിച്ചിട്ട് ഈ ഡേറ്റൊക്കെ തിരഞ്ഞെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരിപാടികളൊക്കെ ഒരു പക്ഷേ ഇത് ഈ അബ് കി പാർ 400 പാറിനെ പോലെ ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ടുള്ള സ്ലോഗനായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ BJPയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകാനിടയുള്ള ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു എന്താ പറയുക പ്രതിച്ഛായ വിൽക്കുക എന്ന് പറയുന്നൊരു പണി 2024 അത്രത്തോളം ഫലപ്രദമായി നടന്നിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ RSSനെ പോലുള്ള സംഘടനകളിൽ നിന്ന് അതിൻ്റെ നേതാവ് തന്നെയും മോഹൻ ഭാഗവത് തന്നെയും തുറന്നു പറഞ്ഞു. പിന്നെ RSSൽ ലേഖനങ്ങൾ വന്നു. ഇത് പറയുമ്പോൾ നേരത്തെ ഇതൊക്കെ ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരത് പറയുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പല കോണുകളിൽ നിന്ന് ഒരുപക്ഷെ ആഭ്യന്തരമായി തന്നെ ഉണ്ടാകാനിടയുള്ള ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ചില അട്ടിമറി സാധ്യതകൾ അതിനെയൊക്കെ എന്താ പറയുക വരുതിയിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടാവില്ല. ഇത് പ്രതിപക്ഷത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളത് ആയിക്കൊള്ളണമെന്നില്ലല്ലോ, അകത്തുള്ള പ്രശ്നങ്ങളെ കൂടെ. അതുകൊണ്ടാണ് ഈ ഹിന്ദുത്വ അസോസിയേഷൻ നടക്കുന്നതും അത് അതിന് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ തന്നെ അതിന് റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നതും അത് പല ഇപ്പോൾ ഈ മന്ത്രിസഭയിലൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ നേതാക്കന്മാരുടെ തലത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒക്കെ ഈ ഒരു തരത്തിൽ ഉള്ള, അതായത് ഈ RSSൻ്റെ അകത്തുനിന്ന് വരുന്ന പിന്നെ ഈ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഈ മോഹൻ ഭാഗവതിൻ്റെ വാക്കുകളിലൂടെയും മറ്റുള്ള ഇന്ദ്രേഷ് കുമാറിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പ്രഖ്യാപനങ്ങളിലൂടെയൊക്കെ പ്രതിഫലിച്ചിട്ടുള്ള ആ ഒരു വോയിസ് ഓഫ് ഡിസെൻറ്റ് അല്ലെങ്കിൽ എതിർപ്പിൻ്റെ ആ ശബ്ദം അതിന് മുമ്പിൽ പറയുന്നതാണ് നമ്മൾ പഴയ രീതിയിൽ അതിനേക്കാൾ തീവ്രതയോടുകൂടി നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പിന്നെ പ്രശ്നം എന്നുള്ളതാണ് തിരിച്ചു ചോദിക്കാൻ ഉള്ള അങ്ങനെ ഒരു നരേറ്റീവാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ മോഹൻ ഭാഗവത് ആയാലും ഈ RSSനകത്തുള്ള മറ്റുള്ള ആൾക്കാരായാലും അവരെല്ലാം എത്രയോ കാലമായിട്ട് സമാനമായ രാഷ്ട്രീയം കണ്ടുകൊണ്ടിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവർ മുന്നണി രാഷ്ട്രീയത്തെപ്പറ്റി ഒരുപക്ഷെ മോദിക്കും അമിത്ഷായേക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരാണ്. ഇപ്പോൾ മോഹൻ ഭാഗവത് എത്രയോ കാലമായിട്ട് RSSൻ്റെ ടോപ്പ് ബ്രാസിൽ ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹം സർസംഘചാലകമായിട്ട് കുറച്ച് കാലമായിട്ടുള്ളെങ്കിലും അദ്ദേഹം മുമ്പുണ്ടായിരുന്ന സർസംഘചാലകന്മാരുടെ ദേവരസം തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു കോലിയേഷൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞ പോലെ ഈ മോദിയെക്കാളും അമിത്ഷായെക്കാളും അതറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനൊരു നരേറ്റീവ് മുന്നോട്ട് വെച്ച് അവരെ കൗണ്ടർ ചെയ്ത് കളയാം എന്നുള്ള ഒരു ധാരണ ഒരുപക്ഷെ പിന്നെ മോദിക്കും ഷായ്ക്കും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു സാധനം ഇതൊരു കൗണ്ടറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റമാണ്, ആ ഒരു സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ വളർന്നു വരുന്നത് കാണുന്നത്. എഗെയിൻ ഗോയിങ് ബാക്ക് ടു ദറ്റ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി സ്ട്രക്ചർ, ഇത് എന്ന് വെച്ചാൽ ഈ തുടക്കത്തിൽ സമയത്ത് ഇത് അസേർട്ട് ചെയ്ത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് അമിത്ഷായുടെയും മോദിയുടെയും ആ ദ്വന്ദ്വത്തിൻ്റെ ഒരു പണി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടകളുടെ അസേഷനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അല്ലെങ്കിൽ രാജസ്ഥാൻ, ഇവിടെയൊക്കെ നേരത്തെയും ഇത്തരം ഇപ്പോൾ കൗൾ ലിഞ്ചിങ് ആണെങ്കിലും മറ്റു തരത്തിലുള്ള ആക്രമണം, ബുൾഡോസിങ് ആണെങ്കിലും ഒക്കെ നേരത്തെ പോലെ ഉണ്ടാവും. ഈ പുതിയ സർക്കാർ, പുതിയ പാർലമെൻറ്റ് അല്ലെങ്കിൽ പുതിയ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായൊരു സംഗതി എന്ന് വെച്ചാൽ തെലങ്കാനയിൽ നിന്ന്, മേധക്കിൽ നിന്ന് ഇതേപോലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതായത് കൗൾ ലിഞ്ചിങ് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആളെ തല്ലുന്ന കാഴ്ച തെലങ്കാനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഈ കൊയിലേഷൻ എന്താ പറയുക സഖ്യകക്ഷി സർക്കാരിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും മറുഭാഗത്ത് ഇതിങ്ങനെ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു അജണ്ട, അത് വളരെ ഇതായിട്ട് നടത്താൻ സാധിക്കും. അത് അങ്ങനെ നടത്തുകയാണെങ്കിൽ അതൊരു എന്താ പറയുക വലിയ ക്രൈസിസിലേക്ക് പോകാൻ സാധ്യതയില്ലേ? ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ സമാനമായിട്ടൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഈ ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിൽ മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയുടെ കൂടെ ഒന്നിച്ച് സർക്കാരിൽ ചേർന്ന് BJP ഭരിച്ച സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് BJP സത്യത്തിൽ ഈ PDPയെ ഒരു
ഒരു ട്രാപ്പിലാക്കുകയാണ് ചെയ്തത്. അതായത് PDP ആയിരുന്നു ടെക്നിക്കലി അസംബ്ലിയിലും മന്ത്രിസഭയിലും ലാർജർ ഫോഴ്സ്. പക്ഷേ അത് ആ ഫോഴ്സ് ആയിരിക്കുമ്പോൾ തന്നെ ഈ ജമ്മു മുതലുള്ള മേഖലകളിൽ മുഴുവൻ ഈ പറഞ്ഞിട്ടുള്ള അഗ്രസീവ് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയും BDP അതിൻ്റെ നോക്കുകുത്തിയായി നിൽക്കേണ്ടിയും വരുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ PDPയെ പോലെ അങ്ങനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കാവുന്ന ഒരു സഖ്യകക്ഷിയല്ല തെലുഗുദേശം പാർട്ടി. തെലുഗുദേശത്തിൻ്റെ ഇപ്പോഴത്തെ വീക്ക്നെസ് അതാണ് ഈ പറഞ്ഞ നേരത്തെ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ തെലുഗുദേശത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ആന്ധ്ര സർക്കാരിൽ 10 വർഷത്തിന് ശേഷം ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്തൊക്കെ YSRൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജഗൻ എന്തൊക്കെ കാര്യങ്ങൾ നായിഡുവിനെതിരായിട്ട് കാണിച്ചു, അതിന് ജയിലിലിട്ടു, അതിനെ കൊണ്ട് പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചു, ഇതെല്ലാം തിരിച്ച് അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ അതിന് അങ്ങനെ ഒരു സംഭവം എടുക്കുന്ന സമയത്ത് അതിന് സെൻറ്ററിൻ്റെ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ നായിഡുവിന് ഒരുപാട് സ്വന്തമായിട്ടുള്ള വികസന സങ്കല്പങ്ങൾ, അത് ഒരു ലിബറൽ മുതലാളിത്തത്തിൻ്റെ വികസന സങ്കല്പങ്ങളാണ്. അത് അതിൻ്റെ ഒരു വലിയ അപ്പോസ്റ്റലായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ഐക്യാന്ത്രയുടെ കാലത്തൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആദ്യ ടേമിലൊക്കെ സംഭവിച്ച അല്ലെങ്കിൽ നടപ്പാക്കുകയോ ചെയ്ത ആ ഒരു ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയുടെ ലെവലിലുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവ് അതിൻ്റെ ഏറ്റവും വലിയൊരു ആളാണ്. അപ്പം അത് തുടരുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹം. ഇത് മാത്രമല്ല അദ്ദേഹം സ്വന്തം മകനെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള IT പോലുള്ള കാര്യങ്ങളുടെ മന്ത്രിയായിട്ട് കൊണ്ടുവരികയും അവനെ ഗ്രൂം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണം എന്നുള്ളത് അയാളുടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിഗ്നൽസ് ഇവിടുന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായ സമയത്ത് അതിൻ്റെ പേരിൽ NDA ഉപേക്ഷിച്ച് പോയ ആളാണ് നായിഡുവിന് മുസ്ലിംസിനോടുള്ള വൈകാരികമായ അടുപ്പം കൊണ്ടൊന്നുമല്ല. എന്നുവെച്ചാൽ വളരെ വലിയൊരു കോർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് TDPയെ സംബന്ധിച്ചിടത്തോളം. അപ്പം മുസ്ലിംസിന് റിസർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പർ എടുത്തിട്ടുള്ള ആദ്യത്തെ തീരുമാനങ്ങളിലൊന്നും. അപ്പം അത് BJPക്ക് സഹിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ് ആൻഡ് കൗണ്ടർ ബാലൻസിങ് സ്റ്റേറ്റ് ലെവലിൽ നടക്കും. പക്ഷെ ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ട്. ഹാൻഡിക്യാപ്പ് നായിഡുവിനുള്ളത് ഈ ഒന്ന് ജഗനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ്സ് അദ്ദേഹത്തിന് നടത്തേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും എന്ത് തരത്തിലുള്ള റെസ്പോൺസാണ് BJPയുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും അമിത്ഷായുടെയും മോദിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നായിഡു വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മോണിറ്ററിങ്ങിനൊരു പീരീഡ് ഉണ്ടാവും. എൻ്റെ കണക്കിൽ ആ മോണിറ്ററിങ് പീരീഡ് 6 മാസമായിരിക്കും എന്നുള്ളതാണ്. 6 മാസം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പീരീഡ് അടുത്ത് നടക്കാനിരുന്ന 3 പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയം കൂടിയാണ്. മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്. അപ്പം ഇവിടെ ഈ 3 സ്ഥലങ്ങളിലും എന്ത് തരത്തിലുള്ള ഫോഴ്സസാണ് ഉരുത്തിരിഞ്ഞു വരുന്നതും എന്നതുകൂടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു നോട്ടമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഈ കോയിലേഷനെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മോദി സർക്കാർ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ 2014 മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, ഇപ്പോൾ സ്വാതന്ത്ര്യദിന പ്രഭാഷണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രസംഗങ്ങളാണെങ്കിലും രാഷ്ട്രീയ പ്രസംഗങ്ങളാണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്ന വാക്കുകൾക്ക് കിട്ടിയിരുന്ന ഒരു പ്രോമിനൻസ് ഉണ്ട്. ആ പ്രസംഗത്തിലുടനീളം ഞാൻ എൻ്റെ എന്നുള്ള വാക്കുകൾ വലിയ തോതിൽ ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന് രാജ്യത്തോട് മൊത്തം സംസാരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം NDA സർക്കാരിനെ കുറിച്ചും സഖ്യകക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചും NDA ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംസാരിക്കുമ്പോൾ പോലും ഈ 2002 മുതലോ ഒരുപക്ഷെ അതിന് മുമ്പ് മുതലോ ഉള്ളൊരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വിട്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ വകുപ്പ് വിഭജനത്തിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആന്ധ്രയുടെ ഡിമാൻഡ്സ് ഇതൊക്കെ അംഗീകരിച്ചാൽ പോലും ഈ സഖ്യകക്ഷികൾക്ക് JDUവിനാണെങ്കിലും TDPക്കാണെങ്കിലും അത്ര സൗഹാർദ്ദപരമായിട്ട് ഇതിൻ്റെ കൂടെ മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കേന്ദ്രത്തിൽ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തെലുഗുദേശവും ജനതാദൾ യുണൈറ്റഡും ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. ഞാനതിൻ്റെ അകത്തുനിന്ന് വളരെയധികം ഇൻഫർമേഷൻ കിട്ടുന്ന ഒരാളാണ്.
പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പം നിതീഷ് കുമാറിനെ പോലെ ഒരാൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ അത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ നിതീഷ് കുമാറിൻ്റെ അത്ര മാത്രം അറിയപ്പെടുന്നതല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഏറെക്കാലം നിൽക്കുകയും ആ ലെവലിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും കേന്ദ്ര രാഷ്ട്രീയത്തിലുമൊക്കെ ചില അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് KC ത്യാഗിത്യായ പോലെ ഒരാൾ, അല്ലെങ്കിൽ ലല്ലൻ സിംഗിനെ പോലെ ഒരാൾ. ലല്ലൻ സിംഗ് എന്ന് വെച്ചാൽ നമ്പർ 2 ആയിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ KC ത്യാഗി ഈ സർക്കാരിൻ്റെ രൂപപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അത് തുടക്കത്തിൽ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇത് വെറും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാവാൻ പാടില്ല. അത് ഈ പറഞ്ഞ ഈ സഖ്യം നയപരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സഖ്യമായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടത് ഈ അഗ്നിവീർ പദ്ധതി പിൻവലിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്മാറ്റം പോയിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് കോറായിട്ടുള്ള ഇഷ്യൂസ് ഇനി എന്തൊക്കെയാണ് ഈ ഭരണം നടക്കുന്ന സമയത്ത്, ഇപ്പം വകുപ്പ് വിഭജനത്തിലൊന്നും അവർ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ നയപരിപാടികളുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് അവർ നിലപാട് സ്വീകരിക്കും. യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ അവർ നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഇതിലൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഭവം. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഗോദ്രയ്ക്ക് ശേഷമുണ്ടായിട്ടുള്ള ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ NDA വിട്ടുപോയിട്ടുള്ള ഒരു നേതാവാണ് ചന്ദ്രബാബു നായിഡു. അപ്പം ഈ തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഉള്ള ഈ രീതിയിലുള്ള എക്സ്ട്രീംലി കമ്മ്യൂണലായിട്ടുള്ളൊരു പോളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് അത് അദ്ദേഹത്തിൻ്റെ കോർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകത്തെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ നയപരിപാടികളുടെ തലത്തിൽ ഇതിൽ ഒരുപാട് റിഫ്ലക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പാർലമെൻറ്റ് അകത്തു നിന്നും പുറത്തുനിന്നും ഉണ്ടായിട്ടുള്ളൊരു രസകരമായ സാധനം, ഈ ഡിവിഷന് വേണ്ടി പ്രതിപക്ഷത്തു നിന്ന് ആരും ഫോഴ്സ്ഫുള്ളായിട്ട് ആവശ്യപ്പെട്ടില്ല. തൃണമൂൽ കോൺഗ്രസും ഡിവിഷൻ വേണമെന്നുള്ള വളരെ ശക്തമായിട്ടുള്ള വാദം ഉണ്ടായിരുന്നു. പക്ഷേ അവരും അത് ഹൗസിൽ പറഞ്ഞില്ല. പക്ഷേ ഹൗസിൻ്റെ പുറത്ത് അഭിഷേക് ബാനർജിയെ പോലുള്ള ആൾക്കാരത് പറയുന്നുണ്ടായി. പക്ഷേ ഹൗസിൻ്റെ അകത്ത് ഈ വോയിസ് വോട്ടിലൂടെ ഓം ബിർള തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ട് ഡിവിഷൻ നടത്തുന്നില്ല എന്ന് ചോദിച്ചത് ലല്ലൻ സിംഗ് ആണ്. അത് ഓൺ റെക്കോർഡായിട്ടുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ പുറത്ത് വന്നിട്ട് പക്ഷേ അതിന് അദ്ദേഹം കൂടുതൽ ക്ലാരിഫൈ ചെയ്തു. അദ്ദേഹം സംസാരിച്ച് പറഞ്ഞു, ഡിവിഷന് വേണ്ടി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഡിവിഷൻ നടത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും എക്സ്പോസ്ഡ് ആയതിന്, പ്രതിപക്ഷത്തിനകത്തുനിന്ന് എത്രമാത്രം വോട്ടുകൾ NDAയിലേക്ക് വരും എന്നുള്ള കാര്യം വ്യക്തമായതിന്, അതുകൊണ്ടാണ് പ്രതിപക്ഷം വോട്ടെടുപ്പിൽ നിന്ന് പിന്നോട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് മൂപ്പർ അതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹൗസിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഡിവിഷൻ നടത്തുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് JDUവിൻ്റെ നേതാവായിട്ടുള്ള ലല്ലൻ സിംഗ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് സിഗ്നൽസ് ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ട്രോസ് ഇൻ ദ വിൻഡ് എന്ന് പറയും, ഈ കാറ്റത്ത് പറക്കുന്ന വൈക്കോൽ തുരുമ്പുകൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഈ വൈക്കോൽ തുരുമ്പുകൾ അവിടെ ഇവിടെയൊക്കെ കാണാം. ഈ പറഞ്ഞിട്ടുള്ള ഹാൻഡിക്യാപ്പ് ഉണ്ട്. നമ്മൾ ആത്യന്തികമായിട്ട് ഇത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയുടെ ഒരു തുടർച്ചയാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ രാജീവ് ചോദിച്ചതുപോലെ തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ വലിയ സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. എനിക്കൊരു ഈ പറഞ്ഞ രീതിയിൽ ഒരു 3 to 6 months ഒരു കാലാവധി മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടി വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ഡിറക്ഷൻ, ഈ പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഈ അസേർഷൻ അത് നിലനിൽക്കാൻ പോവുകയാണോ അല്ല അതിന് എതിരായിട്ടുള്ള വിമർശനങ്ങളും പ്രതിരോധവും ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കൊരു 3 മുതൽ 6 മാസം വരെ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തെ തീർത്തും അവഗണിച്ചു പോവുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരില്ലാത്ത, പ്രതിപക്ഷം ഇല്ലാത്ത ഒരു രാജ്യം എന്നുള്ള മട്ടിൽ കൈകാര്യം ചെയ്യായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് BJPയും സംഘപരിവാര ശക്തികളും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെ നേരിട്ട് അറ്റാക്ക് ചെയ്യുക, പ്രത്യേകിച്ച് കോൺഗ്രസിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചു വരുന്നത്. ഈ പ്രതിപക്ഷത്തെ ഒരു ഐക്യം, അതിപ്പോൾ ഇലക്ഷൻ സമയത്ത് പരസ്പരം മത്സരിച്ചിട്ടാണെങ്കിൽ പോലും ഒരു ഐക്യത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷെ അത് തുടർന്നുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അത്ര എളുപ്പമാണോ? പല കാരണങ്ങളാൽ ഇത്തരം വൈരുദ്ധ്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ലേ? വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഐഡിയോളജിക്കലി തന്നെ പലതരത്തിലുള്ള തലങ്ങളിൽ ഉള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ, ഈ പറഞ്ഞ ഇതിലേക്ക് ഈ നയപരിപാടികളുടെ തരത്തിൽ ഉള്ള ഒരു ഐക്യം,
കോൺഗ്രസ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് വളരെ കൃത്യമായിട്ടും ഈ OBC ദളിത് അസേഷൻ്റെ ഒരു പാർട്ടിയായിട്ട്, ഒരു ബ്രോഡ്ലി ലെഫ്റ്റ് ഓഫ് സെൻറ്റർ പാർട്ടിയായിട്ട് കോൺഗ്രസിനെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് വലിയ തരത്തിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, തേജസ്വി ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻ്റ് കോമ്പിനേഷൻ, അവർ തമ്മിലുള്ള കമറഡറി അത് വളരെ പ്രകടമാണ്. അത് മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരിൽ പല ആൾക്കാരെയും വളരെ അടുത്ത് വ്യക്തിപരമായി തന്നെ അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആ തരത്തിലുള്ള കമറഡറി നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നും ഇപ്പോൾ അത് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒരു കോർ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഒരു ലാർജർ സ്പേസിൽ പോസിറ്റീവായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. ആ കോർ ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സംഘടനാപരമായും ഇലക്ടറലായിട്ടും വലിയ അക്കോമഡേഷൻ ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിലെങ്കിലും കാണിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. വരും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത് തുടരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഒരു ചെറിയ അധികാരത്തിൻ്റെ സൂചന കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ പഴയ ചരിത്രപരമായിട്ടുള്ള എൻറ്റൈറ്റിൽമെൻറ്റിനെ പറ്റി, അവരാണ് ഈ നാട് ഭരിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുകയും അങ്ങനെയുള്ള ഒരു സമീപനം ഈ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണത്. അപ്പോൾ ആ ഒരു സ്വഭാവം തിരിച്ചു വരികയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ഇന്ത്യ സഖ്യത്തിന് വലിയ ഭാവി ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അവസാനമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കുന്നതിൽ, അതിൻ്റെ ഒരു ക്യാമ്പയിൻ തീരുമാനിക്കുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് എത്രത്തോളം ഈ പ്രതിപക്ഷ സഖ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്? പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞു. അടിയന്തരാവസ്ഥ നേരത്തെ തന്നെ അത് തെറ്റായ തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ, ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റായ തീരുമാനമായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും എന്താ പറയുക, തിരുത്താൻ തയ്യാറുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം എത്രത്തോളം സഹായിക്കും ഈ പ്രതിപക്ഷ സഖ്യത്തിനെ? ഈ പ്രതിപക്ഷ സഖ്യത്തിന് എത്രമാത്രം സഹായിക്കും എന്നതിനേക്കാൾ കൂടുതൽ പ്രധാനമായിട്ടുള്ള ചോദ്യം, ഇപ്പം രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, കുറച്ചു കാലമൊന്നുമല്ല, കുറേ കാലം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. ഞാൻ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയറിനെ വളരെ ക്ലോസായിട്ട് വാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതേപോലെ നമ്മളിരുന്ന് സംസാരിക്കുന്ന പോലെ 1 to 1 കാര്യങ്ങൾ ഒരാരും ഇല്ലാതെ തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ 1 to 1 കോൺവെർസേഷൻസിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിലുള്ള സാധാരണ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള, ഇപ്പോൾ കേരളത്തെ പറ്റിയൊക്കെയുള്ള മൂപ്പര്, കേരളത്തെ ജാതി വ്യവസ്ഥയെ പറ്റിയൊക്കെ മൂപ്പർക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ധാരണയുള്ള ഒരാളാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നോളജ്. പക്ഷേ അയാളൊരു പബ്ലിക് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യാറില്ല. പലപ്പോഴും രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകരായിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞു വെച്ചാൽ, രാഹുൽ ഗാന്ധി നേരത്തെയൊക്കെ ഇപ്പോൾ ഒരു പബ്ലിക് സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അടുത്ത വാചകം എന്താണ് പറയുന്നതെന്ന് ആലോചിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ പറ്റുമെന്നുള്ളതായിരുന്നു. വെച്ചാൽ ബേസിക്കായിട്ട് ആ ഒരു തരം ഷുവർട്ടി ഇല്ലായ്മ അദ്ദേഹത്തിന് സംഭവത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട്, പ്രത്യേകിച്ചും ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഇത്തരം കൂടുതൽ ഷുവർട്ടി ഉള്ളൊരു നേതാവായിട്ട് അങ്ങനെ അദ്ദേഹത്തെ സ്വയം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രതിപക്ഷ സഖ്യത്തിന് എത്രമാത്രം സഹായിക്കും എന്നതിനപ്പുറം, ആ സമയത്ത് ഇയാൾക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായ സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു വലിയ രീതിയിൽ ഉള്ള യുവാക്കളെ കൊണ്ടുവരാൻ, അദ്ദേഹം ഈ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം കൂടുതൽ അതിൻ്റെ സമ്പ്രദായവും ചട്ടവട്ടവും ഒക്കെ മാറ്റി, അതിൻ്റെ നോമിനേഷൻസും കൾച്ചറൊക്കെ മാറ്റി കൂടുതൽ ഡെമോക്രാറ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കോൺക്രീറ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുകയും അതെല്ലാം പരാജയപ്പെടുകയും ചെയ്തുള്ള ആളാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ സീനിയർ നേതാക്കന്മാരും ജൂനിയർ നേതാക്കന്മാരുമായിട്ടുള്ള ഒരു വലിയ സംഘർഷത്തിൻ്റെ അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഇയാൾ. പക്ഷേ ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു തരം ഈ ചെറുപ്പക്കാർക്കും പ്രായമുള്ള ആൾക്കാർക്കും ഇടയിലൊരു പാലമായിട്ടും അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് എത്രമാത്രം സഹായിക്കും എന്നതിൻ്റെ അപ്പുറം കോൺഗ്രസിനകത്തുള്ള ഇക്വേഷൻ എത്രമാത്രം അത് കൃത്യമാക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം
പിന്നെ ഉപകരിക്കുമെന്നുള്ളത് അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പദവി രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിൽ പൊരുതി നേടിയെടുത്തതാണ്. ഇറ്റ് ഈസ് നോട്ട് ആരെങ്കിലും പണ്ട് അദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തതുപോലെ ആരെങ്കിലും കൊടുത്തതല്ല. ഇത് മൂപ്പര് ശരിക്കും സ്ട്രഗിൾ ചെയ്ത് 54 സീറ്റ് മാത്രമുണ്ടായിരുന്നൊരു പാർട്ടിയെ അവിടുന്ന് അതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം സീറ്റിലേക്ക് എത്തിച്ച് അതിനുവേണ്ടി നേരിട്ട് അധ്വാനിച്ച് പുറപ്പെട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി ജനങ്ങളുമായിട്ട് ഇടപഴകി ആൾക്കാരെല്ലാവരും പപ്പു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ലിറ്ററലായിട്ട് ഏൺ ചെയ്തിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതൃപദവിയാണ്. ഈ ഒരു ഏൺ ചെയ്തിട്ടുള്ള പ്രതിപക്ഷ നേതൃ പദവിയാണ് എന്ന ബോധ്യം കോൺഗ്രസിൻ്റെ ഉത്തരേന്ത്യയിൽ ഉള്ള സഖ്യകക്ഷികൾക്കെങ്കിലും അറിയാം. ഉദാഹരണത്തിന് സമാജ്വാദി പാർട്ടിയും രാഷ്ട്രീയ ജനതാദളും അവർ രണ്ടും അതാത് സംസ്ഥാനങ്ങളിൽ വലിയ പാർട്ടിയാണ്. ആ വലിയ പാർട്ടിയാണെന്നുള്ള ഒരു സ്ഥാനം കോൺഗ്രസ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് ആയാലും തേജസ്വി യാദവും കോൺഗ്രസ് ഇല്ലാത്ത ഒരു സഖ്യത്തിനെ ആണ് ഞങ്ങൾ നയിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ റിസൾട്ട് കിട്ടില്ല എന്ന ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എല്ലാവരും തുല്യരായിരിക്കുമ്പോൾ സംഘടനാബലത്തിൻ്റെയും പരത്തിലുള്ള ഗ്രാസ് റൂട്ടിലായിട്ടുള്ള ശക്തിയുടെയും ഒക്കെ തലത്തിൽ കൂടുതൽ മേധാവിത്വം മറ്റ് പ്രാദേശിക കക്ഷികൾക്കുണ്ടെങ്കിലും അവർ കോൺഗ്രസിൻ്റെ റിലവൻസ് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരിക്കും. അത് ഈ വരും ദിവസങ്ങളിൽ ഈ സഖ്യത്തിൻ്റെ ഭാവി എന്തായാലും അതിൻ്റെ ഭാവി എങ്ങനെ പോകും എന്നതിനൊക്കെ നിശ്ചയിക്കുന്ന ഒരു ഘടകമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും അവസാനം ഒറ്റ കാര്യം ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു. എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഭരണഘടന അട്ടിമറിക്കപ്പെട്ടത്, ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമാക്കപ്പെട്ടത്, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു മൂവ്മെൻറ്റായിട്ട് ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുദ്രാവാക്യമായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച നമ്മളിപ്പോൾ ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷവും കാണുന്നുണ്ട്. കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ ഭരണഘടനയുടെ പതിപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഈ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ആദ്യത്തെയും അവസാനത്തെയും ആയുധമാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ. ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കും, അതുപോലെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളെ എത്രത്തോളം, ഇപ്പം നേരത്തെ അതിന് കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള അലിഗേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഈ സ്ഥാപനങ്ങളെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കും എന്നാണ് വിചാരിക്കുന്നത്? ആദ്യത്തെ ചോദ്യം എടുക്കാം. എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ ഭരണഘടന അല്ലെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ പറഞ്ഞാൽ ജയ് സംവിധാൻ എന്ന് പറയുന്ന സാധനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ ഫലങ്ങൾ തെളിയിച്ചു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിന് മുമ്പുള്ള സമയങ്ങളിൽ നമ്മൾ ഓരോ സംസ്ഥാനം എടുത്ത് പരിശോധിക്കുമ്പോൾ ഉത്തർപ്രദേശ് നമ്മൾ സംസാരിച്ച സമയത്ത് ഞാൻ അയോധ്യയിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പരാമർശിക്കുകയുണ്ടായി. അവിടെ ഹനുമാൻഗിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ജയ് ഭീം എന്നും ഒരു മൂലയ്ക്ക് നിന്ന് ഒരു മുദ്രാവാക്യം ഞാൻ വിളിച്ചപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഒരു അച്ഛനും അമ്മയും, അതായത് ചെറുപ്പക്കാരനായിട്ടില്ല, 30കളിലുള്ള അച്ഛനും 20കളുടെ അവസാനത്തിലുള്ള അമ്മയും 2 ചെറിയ കുട്ടികളും അവർ തിരിച്ചു നിന്ന് ജയ് ഭീം ജയ് സംവിധാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച കാര്യം ഞാൻ പറയുണ്ടായി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു രസം എന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധി ഈ ആദ്യത്തെ ദിവസം അദ്ദേഹം ഈ ചെറിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സംഭവം അത് പ്രത്യേകമായ രൂപകൽപ്പന ചെയ്ത് അദ്ദേഹം അച്ചടിപ്പിച്ച ഒരു സൈസിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ സെയിൽസ് അതിഭയങ്കരമാണെന്ന്, അത് ലക്ഷക്കണക്കിന് കോപ്പികൾ ഇപ്പോൾ അത് വിറ്റ് കഴിഞ്ഞു. അതേ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ നടക്കും ആൾക്കാർ ആ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കോപ്പി വാങ്ങി സൂക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഇതൊരു ഫാഷൻ, ഒരു ഫാഡായിട്ട് ആ ലെവലിലുള്ള ഒരു തലം, ഇപ്പം ഈ ചെഗുവേര ടീഷർട്ടൊക്കെ വരുന്നത് പോലെയുള്ള ഒരു സാധനമായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഒരുതരം ഒരു ഐക്കണിക് വാല്യൂ ഈ പറഞ്ഞിട്ടുള്ള ഭരണഘടന എന്നുള്ള സാധനത്തിലുണ്ട്. പിന്നെ ഇത് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ജുഡീഷ്യറിയിലെങ്കിലും ഇതിന് ഒരു ഈ പറഞ്ഞിട്ടുള്ള ഈ ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യം ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വിളിച്ചതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഫലനം
ജുഡീഷ്യറിയിലെങ്കിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടും. മീഡിയയിലൊന്നും ഞാനത് സത്യത്തിൽ അങ്ങനെ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. എന്താ വെച്ചാൽ മീഡിയ അല്ലെങ്കിൽ ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയ ഏതാണ്ട് പൂർണ്ണമായിട്ടും സോൾഡ് ഔട്ട് ആയിട്ടുള്ള സബ്മിസീവ് ആയിട്ടുള്ള അവർക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. അത് തിരിച്ചു വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോഴത്തെ ഒരു ട്രജക്ടറിയിൽ അത് ഞാൻ ഭരണത്തിന് സമ്മർദ്ദം മാത്രമല്ല, ഭരണത്തിന് സമ്മർദ്ദം തീർച്ചയായും കുറഞ്ഞതാണ്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന മോദി 1.0 2.0 ഉണ്ടായ സമ്മർദ്ദം എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ സമ്മർദ്ദം ഉണ്ടായില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഈ വലിയ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകനായി ഇപ്പോഴൊരു 10-30 കൊല്ലമായിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ, ഡൽഹിയിലെ രാഷ്ട്രീയത്തെ വളരെ ക്ലോസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപ് ചെറിയാനെ പോലെ ആൾക്ക് സംസാരിക്കേണ്ടത്. ഇപ്പോൾ ദിലീപ് ചെറിയാൻ പറയുന്നത് വെച്ചാൽ ആ മീഡിയയിൽ ഈ മാറ്റം വന്നു കഴിഞ്ഞു. ചിലപ്പം പണ്ട് ഒരു മന്ത്രിയുടെയും വീട്ടിന് മുമ്പിൽ മീഡിയക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഡ്രോയിങ് റൂമിൽ വരെ പിന്നെ മീഡിയ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ എന്നാലും ഒരു വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളിൻ്റെ തലത്തിലുള്ള മാറ്റം മീഡിയയിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തീർച്ചയായും ജുഡീഷ്യറിക്കകത്ത് നിന്ന് കൂടുതൽ നട്ടലും ഉറപ്പോടും കൂടി ജുഡീഷ്യലായിട്ടുള്ള വാല്യൂസിനെ, മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമം ജുഡീഷ്യറിയുടെ അകത്തുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ കൂടുതൽ തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ജനങ്ങൾ അത് കൃത്യമായിട്ട്, അത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ, നമ്മൾ വിവരമില്ലാത്തുള്ള നിരക്ഷരകുക്ഷികളെന്നൊക്കെ വിളിക്കുന്ന ജനങ്ങൾ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അനുരണനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും മൂർത്തം ക്രിയാത്മകമായിട്ടുള്ള അനുരണനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ജുഡീഷ്യറിയിൽ നിന്നാണ്. അത് നമുക്ക് ഒരു ദിവസങ്ങളിൽ കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. റൈറ്റ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി എന്നത് മാത്രമല്ല, അവരുടെ നേതൃത്വത്തിൽ വന്ന പുതിയ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ ഏത് വിധത്തിലായിരിക്കും, അതെങ്ങനെയായിരിക്കും NDAയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ട്രാൻസ്ഫോർമേഷൻ, അതായത് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃ ഛായയിലുണ്ടായ മാറ്റങ്ങൾ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് കോൺഗ്രസ് നൽകുന്ന ഊർജം എന്തൊക്കെയാണ്, അവരേത് വിധത്തിലാണ് പ്രതിപക്ഷ സഖ്യത്തെ കുറെ കൂടെ ഊഷ്മളമാക്കാൻ ശ്രമിക്കുമോ ഇല്ലയോ, ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നമ്മുടെ ഒക്കെ ജീവിതത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതായിത്തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.